കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ എടുത്ത നമ്മൾ? കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യായിരുന്നു. അതിന് മുന്നുള്ള ക്ലാസ്സിൽ ഏതെടുത്തത് നമ്മൾ? ഫ്ലോർസ് അല്ലേ? ഫ്ലോർസ് എന്താ പറഞ്ഞേ? പറയൂ. ലോവർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു റൂമിൻ്റെ ലോവർ സർഫസിനെയാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുക. അതെന്തിനാ യൂസ് ചെയ്യുക? നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. അടുത്ത എന്താ? റൂഫ്. റൂഫ് എന്തിനാ യൂസ് ചെയ്യുക? പറയൂ. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എന്താണ് റൂഫ്? അപ്പർ മോസ്റ്റ് പാർട്ട്, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ റൂഫ് എന്ന് പറയുക. എന്താണ് ഫങ്ഷൻ? എന്താണ് അതിൻ്റെ? ഒരു സ്പേസിനെ എൻക്ലോസ് ചെയ്യുന്നതാണ് റൂഫ് ചെയ്യുന്നത്. അതുപോലോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ വാട്ടർ എലമെൻസിനെ നമ്മുടെ നിന്ന് വാട്ടർ എലമെൻസിനെ അല്ലെങ്കിൽ വെതറിങ് ഏജൻസീസിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? റെയിൻ, വിൻഡ്, സൺ, ഹീറ്റ് ആൻഡ് സ്നോ. കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? അബ്ദുൾ സമദ് ഇപ്പം എന്നെ ആരാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള? അബ്ദുൾ സമദ് ആരാ? ഷീനയാണോ? ഓക്കെ. എക്കോ വരുന്നുണ്ട്, അത് ഓഫ് ചെയ്തോ. അടുത്ത എന്താണ്? പാരപ്പറ്റ്. എന്തിനാ പാരപ്പറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യുക? നിങ്ങളെന്തൊന്നും പറയാത്ത? കേൾക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ? പറയൂ. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടുള്ള ഒരു പോർഷനാണ്. എന്തിനാണ് പാരപ്പറ്റ് വാൾ കെട്ടുക? സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മളും അത് മനുഷ്യന്മാരായിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ മുകളിൽ നിന്ന് റൂഫ് സ്ലാബിൽ നിന്ന് താഴേക്ക് വീഴാതിരിക്കാനാണ് നമ്മൾ പാരപ്പറ്റ് വാൾ കെട്ടുക. അതൊരു ഷോർട്ട് വാളാണ്. നമ്മൾ ഹൈറ്റ് ഒരു റേഞ്ച് പറഞ്ഞത് എത്രയാ? 60 to 80. അടുത്ത എന്താണ്? കോപ്പിങ്. എന്താ കോപ്പിങ്? പാരപ്പറ്റ് വാളിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ലെയറിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് പറയാം. അതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? വാട്ടർ, അതായത് റെയിൻ വാട്ടറൊക്കെ പെനിട്രേറ്റ് ചെയ്ത് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോൺ, കോൺക്രീറ്റ്, ബ്രിക്ക്, മെറ്റൽ കേട്ടോ. അടുത്ത എന്താ? മേസൺറി യൂണിറ്റ്സ്. എന്താ മേസൺറി യൂണിറ്റ്സ്? ഒരു പാർട്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെ, മേസൺറി യൂണിറ്റ്സ് ഇല്ലാത്ത പക്ഷം എന്താണ്? ഒരു ഫുള്ളായിട്ടുള്ളൊരു വലിയൊരു ലാർജ് സ്പേസ് ആയിരിക്കും. അതിന് പാർട്ടീഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മേസൺറി യൂണിറ്റ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി ജിപ്സം ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മേസൺറി യൂണിറ്റ്സിൽ സ്റ്റോൺ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക? സ്റ്റോൺ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ മേസൺറി എന്ന് പറയും. ബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രിക്ക് മേസൺറി എന്ന് പറയും. അടുത്ത എന്താ? സ്റ്റെയർ ആൻഡ് ലിഫ്റ്റ്സ്. എന്താണ് സ്റ്റെയർ? എന്തിനു വേണ്ടി സ്റ്റെയർ യൂസ് ചെയ്യുക? ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ള ആക്സസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെയർ, ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നൊക്കെ പറയാം. അതായത് ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒന്നല്ലെങ്കിൽ ഒരു സ്റ്റെയർ വേണം, ലിഫ്റ്റ് വേണം, അല്ലെങ്കിൽ എസ്കലേറ്റർ വേണം, ലാഡർ വേണം. ഇതിലേതെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പോൾ ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ള ആക്സസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെയർ എന്ന് പറയുക. കോമൺലി നമ്മൾ സ്റ്റെയർ തന്നെയാണ് യൂസ് ചെയ്യുക അല്ലേ? ലിഫ്റ്റൊക്കെ എവിടെയാണ് ഉണ്ടാവുക? എന്താ? കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കും ലിഫ്റ്റും കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ നോർമലി ഉള്ള നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ എന്തായിരിക്കും? സ്റ്റെയർ തന്നെയായിരിക്കും. അടുത്ത എന്താ? സ്റ്റെയർ എന്ന് വെച്ചാൽ എന്താ? സീരീസ് ഓഫ് സ്റ്റെപ്പുകളുടെ
സ്റ്റെപ്പുകളെ നിരനിരയായിട്ട് അടുക്കി വെച്ചേക്കണേനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റെയർ എന്ന് പറയുക. പിന്നെന്താണ് കണക്റ്റിംഗ് ഫ്ലോർ ടു അനദർ, അതായത് ഒരു ഫ്ലോറിൻ്റെയും മറ്റൊരു ഫ്ലോറിൻ്റെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത്, അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റ് ആണ് എന്ത്, സ്റ്റെയർ എന്ന് പറയുന്നത്. സ്റ്റെയർ ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ച് യൂസ് ചെയ്യാം? ഏതൊക്കെയാ? ടിമ്പർ, സ്റ്റോൺ, ബ്രിക്ക്, സ്റ്റീല്, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കേട്ടോ. അടുത്ത എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ള എന്തൊക്കെയായിരിക്കും? ഫൗണ്ടേഷൻ എന്താ ചെയ്യുന്നത്? ഫൗണ്ടേഷൻ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു. എന്താണ്? സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡിനെ ബെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡിനെ ബെയർ ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ഒരേപോലെ, അല്ലേ? അതല്ലേ ഫൗണ്ടേഷൻ ചെയ്യുന്നത്? ആദ്യത്തെ എന്താണ്? ട്രാൻസ്ഫറിൽ സ്പെല്ലിങ് തെറ്റുണ്ട് കേട്ടോ. എന്താണ്? ലോഡ് ട്രാൻസ്ഫർ. എന്താണ്? ലോഡ് ട്രാൻസ്ഫർ കേട്ടോ. ലോഡ് ട്രാൻസ്ഫർ. എന്താണ് ലോഡ് ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. എവിടെ നിന്ന് എവിടേക്കായിരിക്കും? സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ എർത്തിലേക്ക്, അല്ലേ? സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് ലോഡിനെ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ലോഡ് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താ? സ്റ്റെബിലിറ്റി. എന്താ സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ? സ്ഥിരത. നമ്മുടെ സ്ട്രക്ചറിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രക്ചറിന് അതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് അതുപോലെ തന്നെ അറ്റൈൻ ചെയ്ത് പോവാനായിട്ട് സഹായിക്കുന്ന ഒരു കമ്പോണൻ്റാണ് എന്ത്? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ നിന്ന് പോകാനായിട്ട്. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലോഡ് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അതുമൂലം എന്ത് സംഭവിക്കും? അൺഈക്വൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് വരും, അല്ലേ? ഒരു ഭാഗം ബിൽഡിങ്ങിൻ്റെ ഇരിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബിൽഡിങ്ങിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് എന്താണ്? ഫൗണ്ടേഷനാണ്. അടുത്ത എന്താ? പ്രിവെൻറ്റിങ് അൺഈക്വൽ സെറ്റിൽമെൻറ്റ്. നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. എന്താണ്? അൺഈക്വൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റിനെ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. അൺഈക്വൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് എങ്ങനെ വരിക? അതായത് ഫൗണ്ടേഷൻ നമ്മൾ ശരിക്കും ചെയ്യാതെ വരിക. അതായത് നമ്മുടെ സോയിലിൻ്റെ ബെയറിങ് കപ്പാസിറ്റി അനുസരിച്ച് ഫൗണ്ടേഷൻ കൊടുക്കാതിരിക്കുക. നമ്മൾ പല ടൈപ്പ് ഫൗണ്ടേഷൻസ് കൊടുക്കില്ലേ? ഏതൊക്കെ ടൈപ്പാണ് കൊടുക്കുക? ഏതൊക്കെ ടൈപ്പാണ് കൊടുക്കുക? ഡബിൾ മേസൺറി. അതിലെ ടൈപ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഏതൊക്കെ ടൈപ്പാണ്? അതായത് നമ്മുടെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി അനുസരിച്ച് എല്ലാ സോയിലിനും ഒരേ ഫൗണ്ടേഷനാണ് കൊടുക്കുക. ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിൽസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത്രത്തോളം ലോഡ് അതായത് കുറവ് വരുന്ന സ്ട്രക്ചറുകൾക്ക് നമ്മൾ ഏത് ഫൗണ്ടേഷന് കൊടുക്കുക? ഷാലോ ഫൗണ്ടേഷൻ. അത്ര ആഴത്തിലുള്ളതായിരിക്കില്ല. അതുപോലെയല്ല, ലോഡ് കുറേ വരുന്നതും ഒരുപാട് ഫ്ലോറുകൾ വരുന്നതുമായിട്ടുള്ള സ്ട്രക്ചറുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഡീപ്പ് ഫൗണ്ടേഷൻസ് കൊടുക്കണം, ആഴമേറിയ ഫൗണ്ടേഷൻസ് കൊടുക്കണം. അതുപോലെ തന്നെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി അനുസരിച്ച് ഫൗണ്ടേഷൻ
കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് എന്ത് പ്രിവെൻറ്റിങ് അൺഈക്വൽ സെറ്റിൽമെൻറ്റ്. അങ്ങനെയെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ ചെയ്തതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അൺഈക്വൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് വരാൻ തുടങ്ങും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും? ഫൗണ്ടേഷൻസ്. അടുത്ത എന്താണ്? പ്രിവെൻറ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ്. എന്താ ലാറ്ററൽ മൂവ്മെൻറ്റ്? ലാറ്ററൽ മൂവ്മെൻറ്റ് ചെറിയ ചെറിയ ചലനങ്ങൾ, ബിൽഡിങ്ങിന് പറ്റുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ. അതെങ്ങനെയുള്ള ചലനങ്ങളായിരിക്കും? ഹൊറിസോണ്ടലി മൂവ്മെൻറ്റ് സംഭവിക്കുക. അതായത് എർത്തിൻ്റെ പാളികൾക്കുള്ള മൂവ്മെൻറ്റ് സംഭവിക്കില്ലേ? എർത്തിൻ്റെ ഔട്ടർ സർഫസിന് വരുന്ന മൂവ്മെൻറ്റ്. അങ്ങനെ മൂവ്മെൻറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മളെ ബിൽഡിങ്ങുകൾക്കും അത് എന്താ അതുപോലെയുള്ള എർത്ത് ഉണ്ടാവുന്ന സമയത്ത് എർത്തിൻ്റെ ഔട്ടർ സർഫസിന് എന്ത് സംഭവിക്കും? ചെറിയ മൂവ്മെൻറ്റ് സംഭവിക്കും. അങ്ങനെ മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് എന്ത് പറ്റും? ബിൽഡിങ്ങും അതിനനുസരിച്ച് മൂവ് ആവാൻ തുടങ്ങും. പക്ഷേ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ലാറ്ററൽ മൂവ്മെൻറ്റ്. അതായത് ലാറ്ററൽസ്, അതായത് എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇതിപ്പോൾ ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടാവും. മണ്ണിടിയില്ലേ? ലാറ്ററൽ മൂവ്മെൻറ്റിൽ പെടുന്ന ഒരു സാധനമാണ്. അതായത് ലാൻഡ് സ്ലൈഡിങ് എന്ന് പറയും. എന്താ? ലാൻഡ് സ്ലൈഡിങ്. ലാൻഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുക, അതായത് മണ്ണിങ്ങനെ ഇടിഞ്ഞു പോവുക. ആ സമയത്തൊക്കെ എന്താണ്? കുറച്ചും കൂടിയും ഫൗണ്ടേഷൻ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും അല്ലേ? അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രിവെൻറ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ്. അടുത്ത എന്താണ് വരുന്നത്? വെതർ റെസിസ്റ്റിംഗ്. എന്താണ് ചെയ്യുന്നത്? വെതർ റെസിസ്റ്റിംഗ്. വെതർ ഏതൊക്കെയാ? മെയിൻലി നമ്മുടെ മഴയാണ് അല്ല, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിൽക്കുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? ഫൗണ്ടേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഫൗണ്ടേഷൻ ചെയ്യാതെ നമ്മൾ ചെയ്യില്ല. ഫൗണ്ടേഷൻ ചെയ്യാത്തൊരവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ബിൽഡിംഗ് എങ്ങനെ നിൽക്കും എന്നുള്ളത്. ഒരു ടെമ്പററി സ്ട്രക്ചർ ആയിക്കോട്ടെ, എങ്ങനെ നിൽക്കും? നിൽക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ വെതർ റെസിസ്റ്റിംഗ് കൂടിയാണ് എന്ത്? ഫൗണ്ടേഷൻ നമ്മുടെ സ്ട്രക്ചറിന് കൊടുക്കുന്നത്. 5 എണ്ണമാണ് വരുന്നത്. ലോഡ് ട്രാൻസ്ഫർ, പിന്നെന്താണ്? സ്റ്റെബിലിറ്റി, പ്രിവെൻറ്റിങ് അൺഈക്വൽ സെറ്റിൽമെൻറ്റ്, പ്രിവെൻറ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ്. 5 എന്താണ്? വെതർ റെസിസ്റ്റിംഗ്. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് പറഞ്ഞാലും ഇത് എഴുതാം കേട്ടോ. ഫങ്ഷൻസും, അതായത് ഫൗണ്ടേഷൻ ചെയ്യുന്ന ഫങ്ഷൻസ് ഇത് തന്നെയാണ്. മെയിൻ ഫങ്ഷൻ എന്താണ്? സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡിനെ ഗ്രൗണ്ടിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് എന്ത്? ലോഡ് ട്രാൻസ്ഫർ. സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? ലോഡ് ട്രാൻസ്മിറ്റ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു ഗ്രൗണ്ട്. ലോഡ് ട്രാൻസ്മിറ്റ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു ഗ്രൗണ്ട്. സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? 5 പോയിന്റ് അല്ലേ? അടുത്ത എന്താണ് നമ്മൾ പഠിക്കുന്നത്? ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. എന്താ ഒരു സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ബെയറിംഗ് കപ്പാസിറ്റി എന്താ? അതായത് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോയിലിൽ, അതായത് ഒരു ലാൻഡിൽ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക.
അപ്പോൾ ആ സോയിലിന് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ലോഡ് ബെയർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന് അറിയണം. നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡിനെ ഫൗണ്ടേഷനാണ് എർത്തിലേക്ക് കൊടുക്കുകയെന്ന്, അതായത് ആ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് ആ ലോഡ് കൊടുക്കുന്ന സമയത്ത് അത്രത്തോളം ലോഡ്, ഇപ്പോൾ നമ്മൾ ഡിസൈൻ ലോഡൊക്കെ ചെക്ക് ചെയ്യും. അതായത് ഒരു ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ ലോഡ് നമ്മൾ നോക്കും. ഡെഡ് ലോഡ്, ലൈവ് ലോഡ് നമ്മൾ നോക്കും. ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, 3 ലോഡും എന്താ മേലിൽ നോക്കുക നമ്മൾ. എന്താന്ന് പറഞ്ഞ് അത് എർത്ത് ക്വേക്കിൻ്റെ അതും നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് നോക്കാം, കൂടുതൽ സേഫ്റ്റിക്ക് വേണമെങ്കിൽ നോക്കാം. മെയിൻലി നമ്മൾ നോക്കുക ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് നോക്കും. ഈ ലോഡാണ് നോക്കുക. അപ്പോൾ അതാണ് ഡിസൈൻ ലോഡ് ചെയ്യുക. അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ ബിൽഡിങ്ങിൽ എത്രത്തോളം ലോഡ് വരുന്നു എന്നുള്ളത് ഡിസൈൻ ലോഡാണ്. അപ്പോൾ ഈ 3 ലോഡുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കുക. ആ സമയത്ത് ആ ലോഡിനെ ഫൗണ്ടേഷൻ ആ ഗ്രൗണ്ട് ലെവലിലേക്ക് അത്രത്തോളം ലോഡ് കൊടുക്കുമ്പോൾ അത് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ആ സോയിലിനുണ്ടോ എന്നറിയണ്ടേ? വേണ്ടേ? ചിലപ്പോൾ ഫൗണ്ടേഷന് ആ ലോഡ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഫൗണ്ടേഷൻ ആ കപ്പാസിറ്റി മാത്രം മതിയോ? ഫൗണ്ടേഷനിൽ നിന്ന് ആ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ സോയിലിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ സോയിലിനും എന്ത് വേണം? ആ ഫൗണ്ടേഷൻ കൊടുക്കുന്ന ലോഡിനെ ബെയർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി വേണം. വേണ്ടേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഒരു സോയിലിന് താങ്ങാൻ അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രഷർ അല്ലെങ്കിൽ ലോഡ് താങ്ങാൻ പറ്റും, അതിനെയാണ് എന്ത് പറയുക? ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. നോക്കാം. ബെയറിംഗ് കപ്പാസിറ്റി ഈസ് ദി മാക്സിമം പ്രഷർ ദാറ്റ് സോയിൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് അണ്ടർ എ ലോഡ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് ഫെയിലിയർ ഓർ എക്സസീവ് സെറ്റിൽമെൻറ്റ്. എന്താണ്? ഫെയിലിയർ സംഭവിക്കാതെ ഒരു ലോഡിനെ അല്ലെങ്കിൽ ഒരു പ്രഷറിനെ എത്രത്തോളം മാക്സിമം ആയിട്ടുള്ള ലോഡ് പ്രഷർ ഫെയിലിയർ സംഭവിക്കാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ പറ്റും. വിത്ത്സ്റ്റാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽക്കുക അല്ലേ? നിലനിൽക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് പറയാം. അതായത് ഫെയിലിയർ സംഭവിക്കാതെ, അതായത് നാശമൊന്നും സംഭവിക്കാതെ എത്രത്തോളം മാക്സിമം പ്രഷർ അല്ലെങ്കിൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിലനിർത്താനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി മാക്സിമം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയുക? മാക്സിമം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. മാക്സിമം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റീനാണ് നമ്മൾ എന്ത് പറയുക? ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഒരു സോയിലിനുള്ള മാക്സിമം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. അങ്ങനെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. മാക്സിമം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് എ സോയിൽ. ഞാൻ ഈ സ്ലൈഡിൻ്റെ കൂടെ ഇത് ടൈപ്പ് ചെയ്തിട്ട് അയക്കാം കേട്ടോ, ബ്രാക്കറ്റിൽ ഷോർട്ടായിട്ടുള്ള അതായത് മാക്സിമം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. അതിനെയാണ് എന്ത് പറയുക? ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഒരു സോയിലിൻ്റെ മാക്സിമം ബെയറിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം ലോഡ് കെയർ ചെയ്യാൻ പറ്റും ഫെയിലിയർ സംഭവിക്കാതെ കേട്ടോ. ഫെയിലിയർ സംഭവിക്കാതെ എത്രത്തോളം ലോഡിനെ നിലനിർത്താനായിട്ട്, ലോഡ് താങ്ങി നിലനിൽക്കാനായിട്ട് സാധിക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ സോയിലിൻ്റെ ബെയറിംഗ്
കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബെയറിംഗ് കപ്പാസിറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. ടെസ്റ്റ് എങ്ങനെ നടത്തില്ല മാം? എന്താ ടെസ്റ്റ് ചെയ്യല് പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റിങ് ശരിക്കും ഇതിലില്ല. ഇതിൽ കുറേ ടൈപ്പ് ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ പിറ്റ് മെത്തേഡ് ചെയ്ത് നോക്കും. പിറ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷനിൽ നമ്മളൊരു കുഴി കുഴിക്കും. ആദ്യം ഒരു ഫൗണ്ടേഷനൊക്കെ കുഴിക്കുന്ന പോലെ ഇത്രത്തോളം വീതിയിൽ നീളത്തിൽ ഇത്ര ആഴത്തിൽ ഒരു കുഴി കുഴിച്ച് വെക്കും. എന്നിട്ട് അതിൽ നമ്മൾ കുറേ വെയിറ്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അതായത് ഒരു ഇത്രത്തോളം പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്രത്തോളം അതിൽ താങ്ങാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കുഴി അതിൽ വരും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പ്രഷർ കൊടുക്കുമ്പോൾ കുഴി വരില്ലേ? അപ്പോൾ എത്രത്തോളം കുഴി വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിന് താങ്ങാൻ പറ്റും. എന്താ അത് ടെസ്റ്റിംഗ് ആണ് സോയിലിൻ്റെ. അത് ഇതാണ് മെത്തേഡ്. അതായത് സോയിലിൻ്റെ നേച്ചർ കണ്ടുപിടിച്ച് അതിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്. അത് ലാബ് റിപ്പോർട്ട് സോയിലിൻ്റെ ടെക്സ്ചർ കണ്ടുപിടിച്ചിട്ട്, അതായത് അതിൻ്റെ നേച്ചർ ഏത് ടൈപ്പ് സോയിലാണെന്ന് കണ്ടുപിടിച്ച് ആ സോയിലിന് വരുന്ന മാക്സിമം കപ്പാസിറ്റി ഉണ്ട് അതങ്ങ് കൊടുക്കലാണ്. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിൽ സോയിലിൻ്റെ എല്ലാ നേച്ചറിനെ കുറിച്ചുള്ള ടെസ്റ്റിങ്ങും ചെയ്യേണ്ടി വരും. ആസിഡാണോ ആൽക്കലി കണ്ടൻ്റ് ആണോ കൂടുതൽ, അതൊക്കെ നോക്കും. ബെയറിംഗ് കപ്പാസിറ്റി മാത്രമല്ല, ശരിക്കും നമ്മൾ സോയിലിൻ്റെ അതും കൂടിയും ചെക്ക് ചെയ്യണം. അതുപോലെ വാട്ടർ ലെവലും നമ്മൾ ചെക്ക് ചെയ്യണം. അവിടുത്തെ അതാണ് ആൽക്കലി ആണോ ആസിഡ് കണ്ടൻ്റ് ആണോ കൂടുതൽ എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ എന്തുകൂടി നോക്കും, വാട്ടർ ലെവൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ സൈറ്റ് ആദ്യം പോയി കാണുമ്പോൾ നോക്കുന്ന പല കാര്യങ്ങളും ഇതാണ്. സോയിലിൻ്റെ നേച്ചർ, അതായത് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്ന സൈറ്റിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. സൈറ്റ് എഞ്ചിനീയർ പോയിട്ട് ചെയ്യും അത്. അതായത് നോക്കുക സോയിലിൻ്റെ നേച്ചർ. അത് സോയിലിൻ്റെ നേച്ചറൊക്കെ എന്തിനാണ് നോക്കുന്നത്? സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ചിലപ്പോൾ ആ സൈറ്റിൽ പോയിട്ട് ഇതുപോലെ എക്സ്പീരിമെൻസ് ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സോയിലെടുത്ത് സോയിലിൻ്റെ നേച്ചർ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ മാക്സിമം ബെയറിംഗ് കപ്പാസിറ്റി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിസരത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നോക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വരുന്നത്. എന്താണ് സോയിലിൻ്റെ ടൈപ്പും മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അതായത് മാക്സിമം ബെയറിംഗ് കപ്പാസിറ്റി, അതായത് സേഫ് ആയിരിക്കും. അതായത് എന്താണ്, ഫെയിലിയർ സംഭവിക്കാതെ സേഫായിട്ട് ബെയർ ചെയ്യാൻ പറ്റുന്ന ലോഡിനാണ് സേഫ് ബെയറിംഗ് ലോഡ് എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. സേഫ് ആയിരിക്കും ആ ലോഡ്, അതായത് ഫെയിലിയർ ഒന്നും സംഭവിക്കില്ല. അത്രത്തോളം മാക്സിമം ലോഡിനെയാണ് മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. നോക്കിയാലോ, ഒരു 10 ടൈപ്പ് തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ടൈപ്പ് വരുന്നത്? സോഫ്റ്റ്, വെറ്റ്, ക്ലേ ഓർ മഡി ക്ലേ. എന്താണത്? എന്താണ് മഡി ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചെളിയൊക്കെയുള്ള ഈ ചതുപ്പ് പോലത്തെ ചെളി, ആകെ മടി എന്ന് വെച്ചാൽ ചെളി പിടിച്ചത്, ചെളി ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിലുള്ളത് കളിമണ്ണ് ക്ലേ. എന്താണ് വരുന്നത്? അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും അതിന്, അല്ലേ? ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ ബെയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും, അല്ലേ? ചെളി പിടിച്ച ക്ലേയിലൊക്കെ നമ്മൾ നിന്നാൽ തന്നെ എന്താ സംഭവിക്കുക? നമ്മളതിൽ താഴ്ന്നു പോവും, അല്ലേ? അപ്പം എന്താണ്, ലോഡ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. എത്രയേ വരുന്നുള്ളൂ? 5. ഇതാണ് ടി പെർ മീറ്റർ ക്യൂബ് എന്നാണ് കൊടുത്തേക്കണം. അതിൽ ടി പെർ മീറ്റർ ക്യൂബ്. എന്താ ടി? എന്താ മീറ്റർ സ്ക്വയർ. എന്താണ് ടി പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ടി എന്താണ്?
ടൺ ഗ്രാം, ടൺ കിലോഗ്രാം കേട്ടോ, ടൺ കിലോഗ്രാം. അതായത് ടൺ എന്ന് പറയുന്നത് 1000. 1000 കിലോ. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബിൽ 1000, അതാണ് ടി പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. ടൺ പെർ മീറ്റർ ക്യൂബാണ്. ടൺ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കേട്ടോ. ടൺ കിലോഗ്രാം ആണ്. ഓ സോറി, സ്ക്വയർ ആണ്, ഞാൻ ക്യൂബ് എന്നാ പറയണേ അല്ലേ. മീറ്റർ സ്ക്വയർ കേട്ടോ. ശരിക്കും ക്യൂബിലല്ല പറയേണ്ടത്. എന്താ ക്യൂബിലല്ല പറയേണ്ടത്? അതെന്താ ക്യൂബിലാണെന്ന് പറയേണ്ടത് പറഞ്ഞേ? 1 മീറ്റർ നീളം വീതി ഹൈറ്റ് ആവുമ്പോ ക്യൂബിലല്ല വരാ? അങ്ങനെയല്ല ടെസ്റ്റ് വരുന്നത്. അത് ഞാൻ പറഞ്ഞത് എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ്. ബെയറിംഗ് കപ്പാസിറ്റി അല്ല, ഇത് പ്രഷർ അപ്ലൈ ചെയ്യുന്നതല്ലേ? പ്രഷർ അല്ലേ? അതായത് ഒരു മീറ്റർ സ്ക്വയറിൽ, അതായത് ഒരു മീറ്റർ സ്ക്വയറിൽ എത്രത്തോളം ബെയറിംഗ് വരുന്നുണ്ടെന്ന്, അതായത് അത്രത്തോളം ബെയർ താങ്ങാൻ പറ്റുന്ന, അത്രത്തോളം ലോഡ് താങ്ങാൻ പറ്റുന്നുള്ളത്. എന്താ അപ്പം എന്താണ് ക്ലേയിലോ അല്ലെങ്കിൽ മഡി ക്ലേയിലൊക്കെ എന്താണ് വളരെ കുറവായിരിക്കും. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ എന്താണ് താഴ്ന്നു പോകുന്ന അത്രയും ബെയറിംഗ് കപ്പാസിറ്റി കുറവാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചർ മൊത്തം അതിൻ്റെ ലോഡ് മൊത്തം താങ്ങാൻ പറ്റുക അല്ലേ? അപ്പം എന്താണ് വളരെ കുറവാണ്. അടുത്ത എന്താണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. എന്താ ബ്ലാക്ക് കോട്ടൺ സോയിൽ? ഒരു കറുത്ത നിറത്തിലുള്ള സോയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്ലാക്ക് കോട്ടൺ സോയിൽ കരിമണൽ പോലെ തന്നെ. എന്താ ഫോറസ്റ്റ് കാടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഇലകളും അതുപോലെയുള്ള അവശിഷ്ടങ്ങളും വീണ് അതിലിങ്ങനെ ജീർണിച്ച് വരുന്ന ഒരു കളറൊക്കെ, മറ്റേ ഉണങ്ങിയ ഇലകളും മരച്ചില്ലകളും അതുപോലെ എനിമൽസിൻ്റെ വേസ്റ്റ് അതൊക്കെ ഇങ്ങനെ വീണ് ജീർണിച്ച് ആ മണ്ണിൽ തന്നെ അഴുകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കളറ്, ബ്ലാക്ക് കളറ്. ഇപ്പം നമ്മളിപ്പോൾ കമ്പോസ്റ്റ് വേസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ മണ്ണ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അത് കുറച്ചും കൂടി ബ്ലാക്ക് കളർ കൂടുതലായിരിക്കും അല്ലേ? വേസ്റ്റ് ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കളറ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഒരു ബ്ലാക്ക് ഷെയ്ഡ് കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. അതുപോലെയുള്ള കളർ സോയിൽ എന്താണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. എത്രത്തോളം വരുന്നുണ്ട്? 15 വരുന്നുണ്ട് കേട്ടോ. എന്താ 15. കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും ആ മണ്ണ്, കുറച്ചും കൂടി ഫൈനായിട്ട് സോഫ്റ്റ് ആയിരിക്കും മണ്ണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത എന്താണ് സോഫ്റ്റ് ക്ലേ. കുറച്ചും കൂടിയും സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ എത്രത്തോളം വരുന്നുണ്ട്? 10 വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കുറച്ചെണ്ണത്തിൻ്റെ മൈൻഡിൽ നിൽക്കുന്നതിൻ്റെ ഒന്നും കാണാതെ പഠിച്ചു വയ്ക്കുക. മൈൻഡിൽ നിൽക്കുന്നതിൻ്റെ, അതായത് വളരെ കുറവുള്ളതും വളരെ കൂടുതലുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ബെയറിംഗ് കപ്പാസിറ്റിനെ കുറിച്ച് എഴുതുമ്പോഴും ഇത് അതിൽ ആഡ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ക്ലേയുടെ നമ്മൾ പറഞ്ഞു എത്ര വരുന്നത്? 10 വരുന്നത്. അടുത്ത എന്താണ് മോയിസ്റ്റ് ക്ലേ ആൻഡ് സാൻഡ് ക്ലേ മിക്സ്ചർ. എന്താണ് സാൻഡും ക്ലേയും കൂടി മിക്സ് ആയതിന് എത്ര വരുന്നുണ്ട്? 15. സാൻഡും ക്ലേയും കൂടി മിക്സ് ചെയ്ത ഒരു സോയിലിൻ്റെ ആണ് നേച്ചർ എന്ന് വെച്ചാൽ എത്ര വരും? 15 വരും. അടുത്ത എന്താണ് മീഡിയം ക്ലേ. ഒരു മീഡിയം ലെവലിലാണ് ക്ലേയുടെ ടെക്സ്ചർ എന്നുണ്ടെങ്കിൽ എത്രത്തോളം വരും? 25. അപ്പോൾ കുറച്ചും കൂടി കൂടും കേട്ടോ, 25. അടുത്ത എന്താണ് കോമ്പാക്റ്റ് ക്ലേ. എന്താ കോമ്പാക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ
അടിച്ചമർത്തിയത്. അടിച്ചമർത്തി നല്ല ഫിറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു ഗ്യാപ്പോ ഒരു വേറൊന്നിനോ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാതെ അത്രയും നമ്മൾ അടിച്ചമർത്തി അത്രയും ക്ലേ നല്ല ടൈറ്റായിട്ട് വെച്ചിരിക്കുക. അങ്ങനെയുള്ള ക്ലേക്ക് എന്താണ് ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, 45 വരുന്നത്. അതെന്താണ് കോമ്പാക്റ്റ് ചെയ്ത കാരണമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുന്ന സമയത്ത് കോമ്പാക്റ്റ് ചെയ്യും ഇല്ലേ? കോൺക്രീറ്റ് ഇപ്പോൾ വൈബ്രേറ്റിംഗ് മെഷീൻസ് ആണ്, നമ്മൾ കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കും, ടാമ്പ് ചെയ്ത് കൊടുക്കും അല്ലേ? എന്തിനാണ്? ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കുക, കോമ്പാക്റ്റ് ചെയ്യുന്നതിന് എന്ത് കൂടുതലായിരിക്കും? സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. നമ്മൾ കോൺക്രീറ്റ് കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെ അതുപോലെ തന്നെയാണ് എന്ത്, സോയിൽ കോമ്പാക്റ്റ് ചെയ്തതിനായാലും ക്ലേ കോമ്പാക്റ്റ് ചെയ്തതിനായാലും എന്ത് കൂടുതലായിരിക്കും? സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലേന്ന് കാണുമ്പോൾ കുറവാന്ന് വിചാരിക്കരുത്. എന്താണ്? കോമ്പാക്റ്റ് ചെയ്ത ക്ലേ ആണ് കേട്ടോ. അപ്പം എന്താണ്? കൂടുതലായിരിക്കും. എന്താ? ക്ലേനെ കോമ്പാക്റ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മളെങ്ങനെയാണ് കോമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ക്ലേ? ഇപ്പം നമ്മൾ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളില്ലേ, ക്ലേ പ്രൊഡക്ട്സ്, അതിന് യൂസ് ചെയ്യുന്ന ക്ലേകൾ കണ്ടിട്ടുണ്ടോ? ക്ലേകൾ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടേങ്ങനെ കണ്ടിട്ടുണ്ടോ? ആ ക്ലേ എടുത്ത് നമ്മളിങ്ങനെ ടാമ്പ് ചെയ്ത് വെച്ചിരിക്കുക, അത് കോമ്പാക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക അത്രയും കട്ടിയിൽ. എന്താ? നമ്മുടെ സൈഡില് കെട്ടിപ്പോകുന്നില്ലേ, ഇതില് നമ്മുടെ മുകളിലോട്ട് ബ്രിഡ്ജിന് മുകളിലോട്ട് കയറാൻ വേണ്ടി ആ സൈഡിൽ കൂടി പോകുന്ന കെട്ടാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യണം. മണ്ണ് കൊണ്ട് അടിച്ചതിന് ശേഷം റോളർ വെച്ചിട്ട് നമ്മുടെ അതേ ഒരു മെത്തേഡിൽ നല്ല ബലത്തിലാവും. അതായത് ആ കോമ്പാക്ട് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കൂടും. റാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കാറ്റം പോലെ ആക്കാം. റാമ്പ് ചെയ്യാനായിട്ട്. എന്താണ്? കോമ്പാക്റ്റ് ക്ലേക്ക് ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ആ കോമ്പാക്റ്റ് ചെയ്ത ക്ലേയിൽ നമ്മൾ പ്രഷർ കൊടുത്താലും അതാവില്ല. നമ്മൾ അത്രത്തോളം പ്രഷറിൽ വേണം അതെടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? കോമ്പാക്റ്റ് ക്ലേക്ക് ബെയറിംഗ് കപ്പാസിറ്റി എത്ര വരുന്നുണ്ട്? 45. അടുത്ത എന്താ വരുന്നത്? ഫൈൻ, ലൂസ് ആൻഡ് ഡ്രൈ സാൻഡ്. എന്താണ് വരിക? ഏതിലാണ് ഫൈൻ, ലൂസ് ആൻഡ് ഡ്രൈ സാൻഡ്? ഏതാ? നല്ല ഫൈനായിട്ടുള്ള തരികളുള്ള ലൂസായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സാൻഡ് ഏതാണ്? മണല് കേട്ടോ. എന്താണ്? ഫൈൻ, ലൂസ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള സാൻഡ്. നല്ല ഫൈനായിട്ടുള്ള തരികളും അതുപോലെ ലൂസായിരിക്കും, അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കും, വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്തത്. അത് ഏതാണ്? മണല് അല്ലേ? പൂഴി എന്നൊക്കെ പറയും. എത്രയാണ് വരുന്നത്? 10. അടുത്ത എന്താണ്? മീഡിയം, കോമ്പാക്റ്റ് ആൻഡ് ഡ്രൈ സാൻഡ്. മീഡിയം ലെവലിൽ, നമ്മൾ അത്ര ഹൈ ആയിട്ടല്ല ചെയ്യുന്ന, മീഡിയം ലെവൽ കോമ്പാക്റ്റ് ചെയ്ത സാൻഡ് എന്തായിരിക്കും? 25. മീഡിയം, കോമ്പാക്റ്റ് ആൻഡ് ഡ്രൈ സാൻഡ്. കോമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കാര്യം, ഡ്രൈ ആകുമ്പോൾ തന്നെ എന്തായിരിക്കും? കുറവ് വരും. കോമ്പാക്റ്റ് ചെയ്യുമ്പോഴായാലും നമ്മൾ അത്ര ഡ്രൈയിൽ കോമ്പാക്റ്റ് ചെയ്താലും ചിലപ്പോൾ അതിൻ്റെ ഫലം കിട്ടണമെന്നില്ല അല്ലേ? കോമ്പാക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വെറ്റായിട്ടുള്ളതാണെങ്കിലാണ് എന്ത്, ആ കോമ്പാക്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആവുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ്? ഡ്രൈ സാൻഡാണ്. അപ്പോൾ എന്താണ്? 25 വരുന്നുള്ളൂ കേട്ടോ. അടുത്തെന്താണ്? നമ്മൾ കറക്റ്റായിട്ട് കോമ്പാക്റ്റ് സാൻഡ് എത്രത്തോളം കോമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമ്പാക്റ്റ് സാൻഡും കോമ്പാക്റ്റ് ചെയ്ത ക്ലേയും സെയിം ആണ് വരുന്നത്, 45. ഓക്കെ. കോമ്പാക്റ്റ് സാൻഡിന് എത്രയാണ് വരുന്നത്? 45. അടുത്ത എന്താണ്? ലൂസ് ഗ്രാവൽ. ലൂസായിട്ട് കുറച്ച് കല്ലും മണ്ണും കട്ടയൊക്കെയുള്ള ഫോം. അതിന് എത്രയായിരിക്കും? 25. ലൂസായിട്ട്
ഗ്രാവൽ, കുറച്ച് കല്ലും കട്ടയും മണ്ണൊക്കെയുള്ള ഗ്രാവൽ, സാൻഡിൻ്റെ നേച്ചർ കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് ആ സാൻഡിൻ്റെ നേച്ചർ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഒരു 10 ടൈപ്പ് സാൻഡിൻ്റെ നേച്ചർ വെച്ച് അവയ്ക്ക് എത്രത്തോളം മാക്സിമം സേഫ് ബെയറിങ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെണ്ണം പഠിച്ചു വയ്ക്കാനായിട്ട്. കോമ്പാക്റ്റ് ക്ലേ പഠിച്ചുകൂടെ? അതുപോലെ കോമ്പാക്റ്റ് സാൻഡും സെയിം തന്നെയാണ് വരുന്നത്. ഇനി ഏത് പഠിക്കാം? ഫൈവോ മീഡിയം ക്ലേയോ? ആ, സോഫ്റ്റ്, വെറ്റ് ക്ലേ അല്ലെങ്കിൽ മഡി ക്ലേ എത്രയാണ് ഏറ്റവും കുറവുള്ളത്? 5. കോമ്പാക്റ്റ് ക്ലേയും കോമ്പാക്റ്റ് സാൻഡും വരുന്നത് 45 ആണ്. അത് നമുക്ക് പഠിച്ചു വെക്കാം അല്ലേ? രണ്ടും സെയിം ആണ് വരുന്നത്, ഏറ്റവും ഹൈ ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ തന്നെ ഏറ്റവും ലോ ആയിട്ട് വരുന്നത് ഏതാ? മഡി ക്ലേ. മഡി ക്ലേ. പിന്നെന്താണ്? ബ്ലാക്ക് കോട്ടൺ സോയിൽ ഓർമ്മയുണ്ടാവുമോ? ഇത് 3 എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. 2 ഏറ്റവും മാക്സിമം, അതായത് വലിയ വാല്യൂ ആണ്. മറ്റേത് ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ. പഠിച്ചു വയ്ക്കണേ. 3 വേലയെങ്കിലും ഈ പറഞ്ഞ 3 വേലയെങ്കിലും കാണാണ്ട് പഠിച്ചു വയ്ക്കാം. അടുത്ത എന്താണ്? ഫൗണ്ടേഷൻ. ഈ ബെയറിങ് കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് നമ്മൾ 2 ടൈപ്പിലുള്ള ഫൗണ്ടേഷൻസാണ് കൊടുക്കുക. ഇതാണ് ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഏതൊക്കെയാണ് 2 ടൈപ്സ് വരണേന്ന് പറഞ്ഞേ? ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. എൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡെപ്ത് കുറവായിരിക്കും അല്ലേ? ഡെപ്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ വരണ്ടേ? ഡീപ്പായിരിക്കും, അതായത് ഡെപ്ത് കൂടുതലായിരിക്കും. 2 ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണ്. ഒന്ന് ഷാലോ ഫൗണ്ടേഷനും മറ്റൊന്ന് ഡീപ്പ് ഫൗണ്ടേഷനും. ക്ലിയർ അല്ലേ? അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഡീപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെപ്ത് കൂടുതലായിരിക്കും. ഷാലോ ഫൗണ്ടേഷൻ അതായത് സോയിലിനനുസരിച്ചും അതുപോലെ നമ്മുടെ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ് അനുസരിച്ചും നമുക്ക് മാറ്റം വരുത്താം. നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ തന്നെ ചെയ്യാറുള്ളൂ. 60 വരെ ഉള്ളത് ഷാലോയില്. ഓക്കേ. അടുത്ത എന്താണ് വരുന്നത്? ഷാലോ ഫൗണ്ടേഷൻ ഡെഫിനിഷൻ. ഡെഫിനിഷൻസാ. എന്താ ഷാലോ ഫൗണ്ടേഷൻ? The depth of the foundation is equal or less than its width. എന്താണ്? ഡെപ്ത് ഒന്നില്ലെങ്കിൽ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ വിഡ്ത്തിനെക്കാളും കുറവായിരിക്കും. അതായത് ഷാലോ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? വിഡ്ത്ത് കൂടുതലായിരിക്കും. ഡെപ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. The depth of the foundation is equal or less than its width. ഡെപ്ത് ഒന്നില്ലെങ്കിൽ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്തിനെക്കാട്ടും കുറവായിരിക്കും. അത്തരത്തിലുള്ള ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് വിഡ്ത്തിനെക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്തിൻ്റെ ഒപ്പമായിരിക്കും. വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ വിഡ്ത്തിനെക്കാട്ടും താഴെ ആയിരിക്കാം.
അത്തരത്തിലുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ എന്ത് പറയുക? ഷാലോ ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? എന്താണ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്? സ്പ്രെഡ് ഫൂട്ടിംഗ്, സ്ട്രിപ്പ് ഫൂട്ടിംഗ്, പാഡ് ഫൂട്ടിംഗ്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പ്രെഡ് ഫൂട്ടിംഗ് ഒക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ആ സ്റ്റെപ്പിടും. ക്ലിയർ അല്ലേ? എന്താ അത് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സ്പ്രെഡ് ഫൂട്ടിങ്ങും ബാക്കിയുള്ള ഫൂട്ടിങ്ങും ഒക്കെ നമുക്ക് ടൈപ്സ് പഠിക്കാനുണ്ട്. ആ അപ്പൊ എന്താണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞേ? ആ ഡെപ്ത് ഒന്നില്ലെങ്കിൽ വിഡ്ത്തിൻ്റെ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്തിനെക്കാട്ടും കുറവായിരിക്കും വരിക. അത്തരത്തിലുള്ള ഫൗണ്ടേഷൻസിനാണ് നമ്മൾ എന്ത് പറയുക? ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയാം. എക്സാമ്പിൾസ് സ്പ്രെഡ് ഫൂട്ടിങ്, സ്ട്രിപ്പ് ഫൂട്ടിങ്, പാഡ് ഫൂട്ടിങ്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്. മലയാളത്തിൽ എന്താക്കും ഷാലോ ഫൗണ്ടേഷൻ? ഷാലോ ഫൗണ്ടേഷൻ മലയാളം അധികം നോക്കിയിട്ടില്ല. ഷാലോ എന്ന് തന്നെയാണ് നോർമലി പറയാറ്. ഈ മലയാളത്തിലുള്ള വേർഡ് ഞാൻ നോക്കിയിട്ടില്ല. വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് ബ്രാക്കറ്റിൽ ഇടാം. എനിക്കറിയില്ല, മലയാളം അങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ്. ഷാലോ എന്ന് പറഞ്ഞ് ആ അതായത് ഡെപ്ത് അധികം പോവില്ല. നമ്മുടെ ആ ഒരു സർഫസിൽ മാത്രം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഫൗണ്ടേഷനാണ്. വിഡ്ത്ത് വൈസ് ഇങ്ങനെ പരന്ന് കിടക്കുക. അങ്ങനെ എന്തോ ആണ് മലയാളത്തിൽ പറയാൻ തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാൻ എപ്പോഴും ഈ ടേം യൂസ് ചെയ്ത് അങ്ങനെ മലയാളം യൂസ് ചെയ്യലില്ല. ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവും. അതൊന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അടുത്തത് നോക്കിയേ, ഫൂട്ടിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിമ്പിൾ ഫൂട്ടിങ്, സിമ്പിളായിട്ട് ഒരു കോളം മാത്രം. അതിനാണ് എന്ത് പറയുക? സിമ്പിൾ ഫൂട്ടിങ്. അടുത്ത എന്താണ്? സ്ലോപ്പ്ഡ് വരുന്നത്. കണ്ടോ, ഇവിടെ ഒരു സ്ലോപ്പാണ് വരുന്നത്. കണ്ടോ, ഇതൊരു സ്ലോപ്പ്, ഇതൊരു സ്ലോപ്പ്, അങ്ങനെ 4 സൈഡിലേക്കും സ്ലോപ്പായിരിക്കും. അത്തരത്തിലുള്ള ഈ ടൈപ്പ് ഫൗണ്ടേഷൻസ് ഒക്കെ നമുക്ക് വരയ്ക്കാനുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഡ്രോയിങ്സ് കേട്ടോ. സിവിലിൻ്റെ ഡ്രോയിങ്സിൽ സ്ലോപ്പ്ഡ് ആണ്. അടുത്ത എന്താണ് നോക്കിയേ? സ്റ്റെപ്പ്ഡ്. ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഫൗണ്ടേഷൻസ് ചെയ്തിട്ട് ഫൂട്ട് ചെയ്ത്. അധികം അങ്ങനെ ചെയ്യാറില്ല. കൂടുതലും നമ്മൾ ഏതാ ചെയ്യാറ്? സ്ലോപ്പ്ഡ് ആണ് കണ്ടിട്ടുള്ളത് കേട്ടോ. സ്പ്രെഡ് ഫൂട്ടിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത്. സ്പ്രെഡ് ഫൂട്ടിങ്ങിൻ്റെ ടൈപ്സ് ആണിത്. ഓക്കെ, ഏതൊക്കെയാ? സിമ്പിൾ ഫൂട്ടിങ്, സ്ലോപ്പ്ഡ് ഫൂട്ടിങ്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്. സ്പ്രെഡ് ഫൂട്ടിങ്ങിലെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അടുത്ത എന്താണ് വരുന്നത്? ഡീപ്പ് ഫൗണ്ടേഷൻ. ഇപ്പം എന്തായിരിക്കും ഡീപ്പ് ഫൗണ്ടേഷൻ വരിക? The depth of foundation is greater than its width is called deep foundation. എന്താണ് പറഞ്ഞത്? വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കും എന്ത് വരിക? ഫൗണ്ടേഷൻ്റെ ഡെപ്ത് വരിക. അത്തരത്തിലുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ എന്ത് പറയുക? ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ?
ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. ഡീപ്പ് ഫൗണ്ടേഷന്റെ എക്സാമ്പിൾ ഇല്ലേ, പിക്ചർ ഇല്ലേ? എക്സാമ്പിൾസ് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾസ് സ്പ്രെഡ് ഫൂട്ടിംഗ് ഉണ്ട്, വെൽ ഫൂട്ടിങ്, പില്ലറൊക്കെ ഇല്ലേ, പൈൽ ഫൂട്ടിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. പൈൽ ഫൗണ്ടേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ, ഡീപ്പ് ഫൗണ്ടേഷന്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ടൈപ്സ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്, അത് മിക്കവാറും എക്സാമിന് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ സ്പ്രെഡ് ഫൂട്ടിങ്, വെൽ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്, അതിന് നോട്ട്സിൽ എഴുതിയിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാം.